ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വേറെ ഒന്നുമില്ല. അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇല്ലേ, നമ്മുടെ ഹെയർ പാക്കിൻ്റെ സംഭവം, ആ വീഡിയോ അബദ്ധവശാൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സോ കോപ്പിറൈറ്റ് ഒന്നുമല്ല, ഞാൻ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം തന്നെ അതങ്ങ് പോയി. കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ ഒരു ചാലഞ്ചിങ് വീഡിയോ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ വൺ ടൈം എന്തായാലും ഞാൻ അത് ഉൾപ്പെടുത്താം. ഇന്ന് ഞാനിപ്പോൾ പോകുന്നത് ചെന്നൈ വരെ പോവാണ്. എന്തിനാണെന്നൊക്കെ പോണ വഴിക്ക് നമുക്ക് സംസാരിക്കാം. ബൈ, ഞാൻ പോയിട്ട് വരാം. സ്റ്റേഷനിലൂടെ അതായത് ഇപ്പം കാണുന്നത് എൻ്റെ സ്കൂളാണ്. +2 ഞാൻ പഠിച്ച സ്കൂള്. പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ലൈഫിലൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്കൂളായിരുന്നു. ഈ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ 1-0 പോകാൻ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പാലം വഴി പോയി എവിടെ എത്തി? നമ്മുടെ സ്വന്തം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് റെനോവേഷനൊക്കെ നടന്നിട്ടുണ്ട്. പാർക്കിങ്ങുള്ള സൗകര്യമൊക്കെ ഇച്ചിരി കൂടി ഉണ്ടാകും. ഞാനിതിൽ കാണിക്കാമെന്ന് വെച്ച്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത വണ്ടി പിടിക്കാനുള്ള ഓട്ടം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഞാൻ വളരെ നേരത്തെയാണ് ഇറങ്ങിയത്. അല്ലെങ്കിൽ കുഞ്ഞൂട്ടൻ എന്നെ വെയിറ്റ് ചെയ്യാറുണ്ട്. എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ നേരത്തെ പോയി. പിന്നെന്താ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിന് ട്രെയിൻ വന്ന് അവിടെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ ചെന്നൈയിലേക്കുള്ള ആൾക്കാരായിരുന്നു. ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനെന്താ എൻ്റെ വിശപ്പ് തുടങ്ങി. ആദ്യം ബദാമൊക്കെ തിന്ന് വിശപ്പ് തീർക്കാമെന്ന് വെച്ചു. ഇച്ചിരി പാട്ടൊക്കെ കേട്ട് ഞാൻ എൻ്റേതായ വൈബ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത എൻ്റെ കുറേ കോപ്രായങ്ങളാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആർമോദിക്കുമായിരുന്നു ഗൈസ്. എങ്ങനെ പിന്നെ വീണ്ടും വിശപ്പാണ്. എനിക്ക് 2 കെട്ടുണ്ടായിരുന്നു, 2 റൗണ്ട് ഉണ്ടായിരുന്നു. ചപ്പാത്തി മുട്ട റോസ്റ്റും ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ റൗണ്ട് 5 ചപ്പാത്തി വെച്ച് അത്യാവശ്യം കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ ഇലയിലും കൂടെ പൊതിഞ്ഞുകൊണ്ട് അത് കുറച്ചുകൂടെ കഴിക്കാനും ടേസ്റ്റിനും എല്ലാം, പിന്നെ എനിക്കത് കളയാനെല്ലാം കുറച്ചുകൂടെ എളുപ്പത്തിനും അതായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ടാണ് ഈ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴത്തേരും എല്ലാം ഒന്ന് ഒരുമിച്ച് വയ്ക്കുമ്പോഴേ ചീത്തയായി പോവും. അങ്ങനെ ഞാൻ അതങ്ങ് കഴിച്ച്. പിന്നെന്താ വേറെ ഒന്നുമില്ല. പിന്നെ അങ്ങനെ കയറി കിടന്നതേ ക്യാപ്പൊക്കെ വെച്ച് മാസ്കൊക്കെ വെച്ച് സോക്സൊക്കെ ഇട്ട് സെറ്റായിട്ടങ്ങ് കിടക്കുക. രാത്രിയിലായപ്പോഴേ എല്ലാവരും വെള്ളം വെച്ച് കിടക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് പേടിയായിരുന്നു. ഇവരെന്തിനാണോ ഈ വെള്ളം കൊടുക്കുന്നത്, മാറ്റിക്കൂടെ? അങ്ങനെ കിടന്നുറങ്ങി രാവിലെ ആയി. ഞാനിവിടെ ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. പിന്നെ ഞാനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എങ്ങനെ പോവും, അങ്ങോട്ട് പോവും ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റ് റൂമിൽ പോയി ഫ്രഷായി. നമ്മളൊരു ബ്രാഹ്മിൻസിൻ്റെ കടയിലാണ് വന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പൂരിയ കഴിച്ച്. എനിക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പ്രഷൻ കണ്ടൊന്നും നോക്കണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ബ്രാഹ്മിൻസിനെ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും, വലിയ കൊള്ളത്തില്ല ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇനിയിപ്പോൾ ഞാൻ പറയാം ഞാൻ വന്നത് എന്താണെന്ന്. ഞാൻ എക്സാമിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഇതിപ്പോൾ ചെന്നൈയിൽ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചുമായിരുന്നു. ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നിയ സംഭവം, വെറൈറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ നാട്ടിൽ കാണാത്ത സംഭവങ്ങൾ ഇങ്ങനെയൊന്നും എൻ്റെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ എക്സാം സെൻറ്ററിന് അവിടെ എത്തി. ഇതൊക്കെ മറ്റേ പച്ചക്കറിയും മൊത്തത്തിൽ ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇരിക്കുമല്ലേ, വയ്യ, പിന്നെ ഒരു കരിക്ക് കുടിക്കാമെന്ന് വെച്ച് കരിക്കടയെല്ലാം എടുത്ത് പോയതാണ്. നല്ല ഇളം കരിക്കായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. ഇച്ചിരി എനർജി കയറ്റാമെന്ന് വെച്ച് പോയതാണ്. ചേട്ടൻ പറഞ്ഞു പൊളിച്ചു തരാം. എനിക്ക് പൊളിച്ചു തന്നു. അങ്ങനെ അതും കൂടെ അകത്താക്കിയതിന് ശേഷം നമ്മളിന്നെ തിരിച്ച് എക്സസ് സെൻറ്ററിൻ്റെ അവിടത്തേക്ക് വരുവാണ്. അപ്പം ഈ റോഡരിയിൽ ഞാൻ കണ്ട മീൻ വെട്ടി കൊടുക്കുന്നത്, വൃത്തിയാക്കി കൊടുക്കും.
അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ അവർ ഇരിക്കുന്നതൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് എക്സസ് സെൻറ്ററിലാണെങ്കിൽ വന്ന ഗാർഡിയനൊന്ന് ഇരിക്കാനൊന്നും സ്ഥലമില്ല, നമുക്ക് തന്നെ ഇല്ല. നമ്മൾ കുറച്ച് മാറിയൊരു ബിൽഡിങ്ങിന് അവിടെ പോയി ഇരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാം, ബൈ ബൈ. അങ്ങനെ എക്സാം സെൻറ്ററിൻ്റെ അവിടെ എത്തി. എന്നിട്ടും തുടങ്ങിയില്ല കേട്ടോ, കുറേ നേരം മുഷിഞ്ഞിരുന്നു. എക്സാമിനൊക്കെ കയറി. എക്സാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നത് നേരെ അവിടുത്തെ ഗാന്ധി പാർക്കിലോട്ടാണ് വന്നത്. അത് ഇച്ചിരി അടുത്തായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ എന്താ അവിടെ ഇങ്ങനെ വൈബ് അടിച്ചിരുന്നു, കാരണം എനിക്ക് സമയം പോകണമായിരുന്നു. വൈകിട്ടാണ് ട്രെയിൻ. അപ്പോൾ അതുവരെയുള്ള സമയം പോകേണ്ടതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകണ്ടേ, അതുകൊണ്ട് മാത്രം ഗാന്ധി പാർക്ക് പിടിക്കുക വെച്ചാൽ നല്ലൊരു സ്ഥലം, അത്യാവശ്യം സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നേരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വരാനുള്ളൊരു ഓട്ടമായിരുന്നു. അന്ന് മൊത്തത്തിലുള്ള ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക, ട്രെയിൻ കിട്ടുമെന്നുള്ള സംഭവം. അതിന് മുന്നേ ഫ്രഷ് ആവണം. പിന്നെ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ കണ്ട ഒരു അയ്യപ്പൻ്റെ ഒരു കോവിലായിരുന്നു, അവിടെയും കൂടെ കണ്ടിട്ട് ഞാൻ ഫ്രഷായി. ഷൂട്ട് ചെയ്തിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ ഞാൻ താമ്പ്രത്തുനിന്നാണ് കയറിയത്. പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തേ തൊപ്പിയൊക്കെ ഇട്ട് സെറ്റായി. അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.